എല്ലാവർക്കും നമസ്കാരം. ചെറി ഗാർഡൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഫാമിൽ നട്ടു വളർത്തിയ ചെണ്ടുമല്ലിത്തോട്ടമാണ്. ഹൈബ്രിഡ് വിത്തുകൾ മുളപ്പിച്ചാണ് ചെടി നട്ടത്. പൂക്കളുടെ വലിപ്പം നോക്കൂ, അതിൻ്റെ ആകൃതിയും ഭംഗിയും ഒക്കെ വ്യത്യസ്തമാണ്. നമ്മുടെ സാധാരണ ചെണ്ടുമല്ലിയേക്കാൾ മികച്ചതാണ് ഇമ്പോർട്ട് ചെയ്യുന്ന ഈ വിത്തുകൾ. ചെടിയിൽ ധാരാളം മുകുളങ്ങളുണ്ടായി. ചെടിക്ക് താങ്ങാവുന്നതിലും കൂടുതൽ പൂക്കൾ ഉണ്ടാകും. അത് സാധാരണ ചെണ്ടുമല്ലിയേക്കാൾ കൂടുതൽ ദിവസം ചെടിയിൽ കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. വിപണിക്ക് വേണ്ടി ഈ വിത്തുകളാണ് കൃഷി ചെയ്യേണ്ടത്. കുറച്ച് പൂ മതി, നല്ല തൂക്കവും കിട്ടും. കഴിഞ്ഞ വർഷം പക്ഷേ നമുക്ക് ചെറിയ പണി കിട്ടി. വിത്ത് പാകി 3 ആഴ്ചയാകും പറിച്ചു നടാൻ. പിന്നെ 2 മാസത്തിനുള്ളിൽ പൂവാകും. പക്ഷെ വിത്ത് പാകിയപ്പോഴും പറിച്ചു നട്ടപ്പോഴും കണക്ക് കൂട്ടൽ ചെറുതായിരുന്നു പാളി. അത്തം വന്നപ്പോൾ നമുക്ക് മൊട്ടുകൾ ആയി തുടങ്ങിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഓണം ആയപ്പോഴേക്കും കുറച്ച് പൂ മാത്രമാണ് കിട്ടിയത്. അതിനുശേഷമാണ് പൂ നന്നായി ഉണ്ടായത്. അതെല്ലാം പള്ളികളിലും അമ്പലങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും ഒക്കെ കൊടുത്തു തീർത്തു. പക്ഷെ ഇത്തവണ നമ്മൾ കൃത്യമായ കണക്ക് കൂട്ടലോടെയാണ് വിത്ത് പാകിയത്. ചകിരിച്ചോറും കുറച്ച് നമ്മുടെ ഗ്രീൻ ഗ്രാസ് വളവും ചേർത്താണ് നമ്മൾ ട്രേയിൽ വിത്ത് പാകിയത്. ഈ വിത്തിട്ട 90% മുകളിൽ വിത്തുകൾ മുളച്ചു കിട്ടും. 3 ആഴ്ച ആയപ്പോൾ പറിച്ചു നട്ടു തുടങ്ങി. 2000-ഓളം ചെടികൾ നട്ടെങ്കിലും കനത്ത മഴ നമുക്ക് കുറച്ച് ക്ഷീണം ചെയ്തു. ഇതിൻ്റെ ഒപ്പം തൈകളും വാങ്ങി കുറച്ച് നട്ടിട്ടുണ്ട്. മഞ്ഞയും ഓറഞ്ചുമാണ് പ്രധാനമായും നട്ടിരിക്കുന്നത്. മറ്റു കളറുകളിൽ കൂടി ചെണ്ടുമല്ലി വിത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത തവണ പരീക്ഷിച്ച് നോക്കാം. ചെടികൾ കുറച്ച് അകലത്തിലാണ് നട്ടിരിക്കുന്നത്. അടുത്ത തവണ കുറച്ചുകൂടി അടുത്ത് നടണം നമുക്ക്. ചെരിഞ്ഞു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളക്കെട്ടൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ നല്ല കാറ്റും കാലാവസ്ഥയും നല്ല മണ്ണും കൃഷിക്കും അനുയോജ്യമാണ്. നോക്കൂ, ചെടികൾ 2 അടി ആകുമ്പോഴേക്കും ഇനി പ്രൂൺ ചെയ്യണം. അതിൻ്റെ തല നുള്ളി കൊടുത്താൽ മാത്രമേ കൂടുതൽ തലപ്പുകൾ ഉണ്ടാകുകയും കൂടുതൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ. ചെടിക്ക് അടുത്ത മുള പൊട്ടാൻ പാകത്തിൽ തട്ടിൽ മുകളിലായാണ് നുള്ളേണ്ടത്. നുള്ളിയ തല മണ്ണിൽ കുഴിച്ചു വെച്ചാലും വളരും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും തല നുള്ളിയ ഭാഗത്ത് ഇതുപോലെ ചെറിയ തലകൾ പൊട്ടി വരും. പിന്നെ അതിലെല്ലാം പൂ ഉണ്ടാകും. തല നുള്ളുമ്പോൾ ചെടിക്ക് കേടുപറ്റാതെ ചതയാതെ നുള്ളണം. ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതാ ഇങ്ങനെയായി നമ്മുടെ ചെണ്ടുമല്ലിത്തോട്ടം. തൈ വാങ്ങി നട്ടതിപ്പോൾ മുട്ടും പൂവും ആയി വന്നിട്ടുണ്ട്. വിത്ത് പാകിയതിൽ നിറയെ ശിഖരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലും ഈ ആഴ്ച തന്നെ മുട്ടിടും. നമ്മുടെ ഗ്രീൻ ഗ്രാസ് വളം മാത്രമാണ് നമ്മൾ ചെടിക്ക് നൽകിയത്. അതുകൊണ്ട് വാട്ടരോഗമൊന്നും ഒരു ചെടിയെ പോലും ബാധിച്ചിട്ടില്ല. പക്ഷേ ഇടവിട്ട് പെയ്ത മഴയിൽ പുഴുക്കൾ കാര്യമായി ആക്രമിച്ചിട്ടുണ്ട്. സമീപത്തൊക്കെ പശുവിന് കൊടുക്കാനുള്ള പുല്ലുള്ളത് കൊണ്ട് അതിൽ നിന്ന് പുഴുക്കൾ നമ്മുടെ ചെടിയിലേക്ക് കയറി ആക്രമണം നടത്തുന്നുണ്ട്. ചൊറിയൻ പുഴു ഇല തിന്ന് നശിപ്പിക്കും. പക്ഷേ ഇത്തവണ നമുക്ക് പണി തന്നത് തണ്ടുതിരുപ്പം പുഴുവാണ്. ചെടിക്കുള്ളിൽ കയറി നീരൂറ്റി കുടിക്കും. നമ്മൾ അറിയില്ല. എന്തായാലും ഗ്രീൻ പ്ലാനറ്റിൻ്റെ ടെസ്റ്റോ കിറ്റ് കൊടുത്ത് പുഴുക്കളെയും നമ്മൾ തുരത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെണ്ടുമല്ലിപ്പാടത്ത് പൂനിറയും കാത്തിരിപ്പാണ്. ആ കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുക. വരാൻ പറ്റുന്നവരെല്ലാം ഓണ ദിവസങ്ങളിൽ ഫാമിലേക്ക് വരുമല്ലോ. സെൽഫിയും എടുത്ത് പൂവുമായി മടങ്ങാം. അപ്പം പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ യഥേഷ്ടം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.